ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. ആർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഞാനുണ്ടല്ല കുറച്ച് ഹണ്ടും കാര്യങ്ങളൊക്കെ നടത്തി. എന്നിട്ട് എനിക്കൊരു അസൻഡൻറ്റ് ഇത് കിട്ടി, നമ്മുടെ സോഡില്ലേ അത് കിട്ടി. പിന്നെ ഒരു നമ്മുടെ അതിൻ്റെ പേരെന്താണ്, ഗാലിമിമസ് സാഡിൽ, അങ്ങനെ എന്തൊരു സാഡിലുണ്ട്. വെയിറ്റ് ആക്കി ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇനി പാറപ്പുറത്തൊന്ന് കയറട്ടെ കേട്ടോ. നമ്മുടെ ഇപ്പോൾ ആ കേവ് ഡൈനോ കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ആരും തിരിച്ചറ്റാക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് പോകുന്നത്. ഓക്കെ, ഇതാണ് ആ സാഡിൽ, അസൻഡൻറ്റ് ഗാലിമിമസ് സാഡിൽ. പിന്നെ ഉള്ളത് ഇതാ അസൻഡൻറ്റ് സോഡ്. 413 ഡാമേജ് ഉണ്ട് അതിന്. ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്, അതെന്തായാലും തുറന്നു നോക്കാം. ഓക്കെ, എനർജി ബ്രൂ എന്തായാലും അവിടെ തന്നെ നിൽക്കട്ടെ. ഓക്കെ, ഇന്നപ്പോൾ നമ്മൾ ഒരു ടെറനെ പിടിക്കാൻ പോകണേ. ഞാൻ ഡെവലപ്പ് ചെയ്യാൻ നോക്കി, പക്ഷെ എനിക്ക് അധികം ടൈം കിട്ടിയില്ല ഡെവലപ്പ് ആകാനായിട്ട്. അപ്പം എന്തോ ഇപ്പം 37 അങ്ങനെ എന്തോ ആയിട്ടെന്ന് തോന്നുന്നു. 37 എന്തോ ആയത് 38 എന്തോ ആയത് തോന്നുന്നു കേട്ടോ. അപ്പം നമുക്കെന്തായാലും എൻ്റെ വെള്ളത്തിനിടെ എന്തോ സാധനം കണ്ടല്ലോ, ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ സ്ഥലത്തോട്ട് പോകണം, ബേസിൻ്റെ അടുത്തോട്ട് പോകണം. എന്നിട്ട് വേണം കുറച്ച് എന്താണ് അതിൻ്റെ പേരെന്താണ്, സൂതിങ് ബോം, അതെടുക്കണം. പിന്നെ ട്രാങ്കാരസും കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ചെയ്യണം. ഞാനിപ്പോൾ എന്തായാലും നമ്മുടെ ബേസിൽ പോയിട്ട് വരാൻ കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ ബേസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു പണി കിട്ടി. നമ്മുടെ ലെവൽ 37 ആണ്. പക്ഷേ നമുക്ക് ടെറേൻ്റെ സാധനം അൺലോക്ക് ചെയ്യണമെങ്കിൽ ലെവൽ 38 ആവണം. അതാണ് മറ്റൊരു സീൻ, കണ്ടില്ലേ, ലെവൽ 38 അൺലോക്ക് ആവുന്നത്. അപ്പം നമ്മൾ ഒന്നും കൂടെ ഒരു ഹണ്ടും കാര്യങ്ങളൊക്കെ നടത്തി കുറച്ച് പെർസൂട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും നമ്മുടെ തേർഡ് ലിറ്റിൽ ഫിയോമിയ ഉണ്ടല്ലേ ഗൈസ്. ഞാനിപ്പോൾ ഒന്ന് വേഗം പോട്ടെ, ഒന്ന് ലെവൽ 38 ആക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, ഞാനപ്പോൾ ഒന്നും കൂടെ ഒരു ലെവൽ കയറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും എന്ത് കൂട്ടണം, നമുക്ക് ഹെൽത്ത് കൂട്ടാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ എന്താണ്, നമ്മുടെ ടെറേൻ്റെ സാഡ് അൺലോക്ക് ചെയ്യാം. 15 എൻഗ്രാം പോയിന്റ്സ് വേണം, അതാണ് മെയിൻ പ്രശ്നം. ഇനി നമുക്ക് വേണ്ടത് റിസോഴ്സ് വേണം, അതിലും വലിയ പ്രശ്നം. ഓക്കെ, നമുക്ക് നമ്മുടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ നേരെ പോകുന്ന വഴിക്ക് ഇത് ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരും. ഒരു മിനിറ്റ്, ഇനിയിപ്പോൾ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കട്ടെ. ടെറേൻ്റെ സാഡിലിന് ഹൈഡ്, ഫൈബർ, ചിതിൻ, ഇത്രയും ഐറ്റംസ് മതി. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇതിനകത്ത് ഫൈബർ ഉണ്ട്, ഹൈഡ് ഇല്ല. ഫൈബർ എത്ര എണ്ണം വേണം? ഫൈബർ 125 ഫൈബർ മതി നമുക്ക്. ഓക്കെ, ഫൈബർ ആയിട്ടുണ്ട്. ഇനി ഹൈഡ് വേണം. ഹൈഡ് നമുക്കൊരു മിനിറ്റ്, ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഞാൻ ഒരു കാർണോനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെന്ന് നമുക്ക് കുറച്ച് ഹൈഡ് കളക്ട് ചെയ്യാം. ഓക്കെ, അത്യാവശ്യം ഹൈഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു മിനിറ്റ് നോക്കട്ടെ, ഹൈഡായ. ഓക്കെ, ഇനിയിപ്പോൾ മറ്റേ ചിതിൻ, ആ ഐറ്റം മാത്രം എടുക്കാനുള്ളൂ. അത് നമുക്ക് എന്തായാലും പോണ വഴിക്ക് നമുക്ക് ചിതിൻ എടുത്തിട്ടും പോവാം. നമുക്ക് ആ മലപ്പൊക്കത്ത് കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് ചിതം കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് തേളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ നിന്ന് കുറച്ച് ചിതിം കളക്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് സൂതിങ് ബോം വേണം. സൂതിങ് ബോം എടുക്കണമെങ്കിൽ ഒരെണ്ണം എടുത്ത് വെച്ചേക്കാം. ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ട്രാങ്കാരസ് ഇത്രയും മതി. പിന്നെ ഒരു കാര്യം, നമുക്കിത് എടുക്കണോ, നാർക്കോട്ടിക്സ് എടുക്കണോ? വേണ്ടല്ലേ, നാർക്കോട്ടിക്സിൻ്റെ ആവശ്യം വരില്ല തോന്നുന്നു. വേണ്ട, എടുത്ത് വെച്ചേക്കാം. പറയാൻ പറ്റില്ല, ആവശ്യം വരും എപ്പോഴാന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നേരെ തേളിൻ്റെ മേത്ത് കയറിയിട്ട് നമുക്ക് നല്ലൊരു ഹൈ ലെവൽ ടെറനെ കണ്ടുപിടിക്കാം. ഇതിന് ലെവലപ്പ് വന്നല്ലേ. മിലി ഡാമേജ് കൂട്ടട്ടെ, നമുക്ക് അത്യാവശ്യം മിലി ഡാമേജ് വേണം. ഓക്കെ, ലെറ്റ്സ് ഗോ. ടെറനെ കണ്ടുപിടിക്കുന്നതിനേക്കാളും മുന്നേ നമുക്ക് സാഡ് ക്രാഫ്റ്റ് ചെയ്യാം, എന്നിട്ട് പോവാം. കാരണം ഈ ടെറനെ അവിടെ ഇട്ടിട്ട് പോലെ കുറച്ച് ടാസ്ക്കാണ്. നമുക്ക് എന്തായാലും ഒരു സാഡിൽ ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ നേരെ മലപ്പൊക്കത്തോട്ട് പോകണം നമുക്ക്. ഇനിയിപ്പോൾ അവിടം വരെ ഇതിനെ വെച്ച് നടന്ന് പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. എന്തായാലും പോയാലേ പറ്റൂ, പോയി നോക്കാം. ഒരു 120 നല്ല ലെവലിൽ ടെറനെ കണ്ടാൽ മതിയായിരുന്നു. ഇത് എത്ര, 15? ഓക്കെ ഗൈസ്, ഞാനപ്പോൾ എന്തായാലും പോയിട്ട് നമ്മുടെ സാഡിൽ ആദ്യം ക്രാഫ്റ്റ് ചെയ്തിട്ട് വരാൻ കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ മുകളിലൊരു മലയുണ്ട്, തൊട്ടടുത്ത് ഒരു മലയുണ്ടല്ലോ. ഞാൻ മല ഒന്ന് കണ്ടുപിടിക്കണം. ഈ സാധനത്തിൻ്റെ പുറത്തിങ്ങനെ പോയി എപ്പോൾ എത്തുമെന്ന് ഒരു പിടിയില്ല. എന്തായാലും പോട്ടെ. ഞാനിപ്പോൾ എന്തായാലും അതൊക്കെ ക്രാഫ്റ്റ് ചെയ്ത് നല്ലൊരു ഹൈ ലെവലിൽ ടെറനെ കണ്ടുപിടിച്ചിട്ട് വരാം. ഗൈസ്, അങ്ങനെ നമുക്കൊരു 75 ലെവലിൽ ടെറനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതിനെ തന്നെ അങ്ങോട്ട് പിടിച്ചേക്കാം. ബോളെടുത്ത് കറക്കി എറിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മിക്കവാറും ഈ ഒരു അടിക്ക് വീഴും കേട്ടോ. ഓക്കെ, അത് വീണിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പ്രൈമേറ്റ് വേണം. ഞാനപ്പോൾ വേഗം പോയിട്ട് പ്രൈമേറ്റ് കളക്ട് ചെയ്തിട്ട് വരട്ടെ. നമ്മുടെ ടെറേൻ്റെ അൺകോൺഷ്യസ് ആ സംഭവം കുറേനേക്കാളും മുമ്പ് പോയിട്ട് കളക്ട് ചെയ്തിട്ട് തന്നെ നമ്മുടെ ആരോ എടുത്ത് മാറ്റട്ടെ കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമ്മുടെ തെറിയോട് നടക്കണ്ടായിരുന്നു, തെർസിനോസോറസ്. അപ്പോൾ അതിനെ പിടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഇത് കിട്ടും, പ്രൈമേറ്റ് കിട്ടും.
അപ്പോൾ നോർമൽ മീറ്റ് വെച്ച് ടീമാക്കുന്നതിലും നല്ലത് പ്രൈം മീറ്റ് വെച്ച് ടീമാക്കുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും വേഗം പോട്ടെ, ഈ ഒരു ഭാഗത്തുണ്ട് അത്. ഗൈസ് ഞാനപ്പോൾ കുറച്ചധികം പ്രൈം മീറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സൂതി ബോംബ് ഇട്ട് കൊടുക്കാം, പിന്നെ നമ്മുടെ പ്രൈം മീറ്റും ഇട്ട് കൊടുക്കാം. ഓക്കെ, ടൈം ആയിട്ടുണ്ട്. പെട്ടെന്ന് ടീമായല്ലേ. അതേതാ അവിടെ ഒരു ടെറ ലെവൽ എത്ര നോക്കട്ടെ. അത് ലെവല് 40. ഓക്കെ, സീനില്ല. ഓക്കെ, നമ്മുടെ ടെറ എന്തായാലും സ്റ്റോപ്പോൾ കൊടുക്കട്ടെ. സ്റ്റോപ്പോൾ ഇവൻ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ലാൻഡ് ചെയ്യണം. നിൽക്കടാ താഴെ. അതാ മുട്ട കാർബോണിമസ്. അതേതാ ലെവൽ നോക്കട്ടെ. അത് ലെവല് 25. വേണ്ട. ഓക്കെ, ഇനി നമുക്ക് ഇവനെ സാഡിലിട്ട് കൊടുക്കാം. സാഡിലിട്ട് കൊടുത്തു. എക്യുപ്പ്. യെസ്, ഫൈനലി നമ്മൾ അങ്ങനെ നമ്മുടെ ടെറേനെ അങ്ങനെ ടൈം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഡ്രോപ്പുകൾ ലൂട്ട് ചെയ്യണം. ടെറേനെ കൊണ്ട് കുറച്ചധികം ഡ്രോപ്പുകൾ നമുക്ക് ലൂട്ട് ചെയ്യാൻ പോകണം. നമുക്ക് കുറച്ച് ആംബറിൻ്റെ ആവശ്യമുണ്ട്. നല്ല രീതിക്ക് ആംബർ വേണം. അത് ഞാൻ ഭാവിയിൽ പറഞ്ഞു തരാം. നെക്സ്റ്റ് വരും എപ്പിസോഡുകളിലൊക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരാം. പിന്നെ ടെറേനെ കൊണ്ട് ഇങ്ങനെ പൊക്കിയെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷെ അത് നമ്മുടെ ആർജയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, സുഖമായിട്ട് ഇങ്ങനെ കുറേ ഡൈനോസിനെയൊക്കെ പൊക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ടെറക്ക് അത്രയും ചെയ്യാൻ പറ്റൂല. അതാണ് മെയിൻ പ്രശ്നം. ഞാനപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഇവനില്ലേ അരാനിയോ, അപ്പോൾ അവനെ പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നത്. പക്ഷേ ടൈം ഉണ്ടായില്ല ലെവലപ്പ് ചെയ്യാനായിട്ട്. ലെവലപ്പ് ചെയ്യാനായിട്ടേ അധികം ടൈം ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ടെറേനെ പിടിക്കാൻ വിചാരിച്ചത്. ടെറേൻ എന്തായാലും നമുക്ക് ആവശ്യമുണ്ട്. എന്തായാലും ആവശ്യമുള്ള സാധനം തന്നെയാണ് ഇത്. ഗൈസ്, അപ്പോൾ ഒരു ഡ്രോപ്പ് കൂടെ താഴെ വീഴുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാകും നോക്കാം. ഇത് താഴെത്തിട്ടേ ജസ്റ്റ് ഒരു 1-2 സെക്കൻഡ് ആകുമ്പോഴേക്കും വേറൊരു സ്ഥലത്തോട്ട് മാറും ഇത്. ഇനിയിപ്പോൾ ഈ ഡ്രോപ്പിനകത്തൊന്നും കൂടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും നോക്കണം. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. ഓക്കെ, ഇവിടെ വേറെ അങ്ങനെ ആരുമില്ല. വേഗം കൊടുത്തിട്ട് വേഗം പോവാം. ഇവിടുന്ന് ചാടിറക്കാനൊന്നും പറ്റില്ല. ഇല്ല, വേണ്ട. ആ ഡ്രോപ്പ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി. അതാണ് ഇവർ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതുങ്ങൾ ഇവിടുന്ന് മാറും. ഓക്കെ, പറന്ന് മുകളിലോട്ട് പോവാം. ആംബറെല്ലാം കയറി. അതിലിപ്പോഴും 5 തന്നെ. നമ്മൾ കുറച്ചധികം ഡ്രോപ്പുകൾ ഇങ്ങനെ ലൂട്ടണം. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ആംബർ കിട്ടും. ഗൈസ്, അപ്പോൾ രാത്രി ആയപ്പോഴേക്കും നമ്മുടെ ടെറേൻ്റെ കളർ മാറുന്ന നോക്കിയേ. കൊള്ളാലേ, സെറ്റ്. ഇപ്പോൾ സ്റ്റാമിന തീർന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും ഞാനിപ്പോൾ എവിടെയാണ് ഇത്? ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ നിൽക്കാം. നമുക്ക് എന്നിട്ടേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ എപ്പിസോഡ് വിളിച്ച് നിർത്താം. അപ്പോൾ നമുക്ക് ഈ ഡ്രോപ്പ് ലൂട്ടുന്ന ഒരു പരിപാടി ഉണ്ട്. അതെന്താണ്, ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എപ്പിസോഡിനകത്ത് നമുക്ക് ഡ്രോപ്പ് ലൂട്ടുന്ന മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഇടണം. ഡ്രോപ്പ് ലൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു തമ്മിൽ കൊടുത്തിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പായിട്ട് വീഡിയോ ഒക്കെ ഇടണം. നമുക്ക് എന്തായാലും നോക്കാം അത്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എന്തായാലും ഇവിടെ നിർത്താനാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ചെറിയൊരു എപ്പിസോഡായിരുന്നു. ഞാൻ എന്തായാലും അരാനേനെ പിടിക്കാൻ വേണ്ടി നിന്നത്. പക്ഷേ ലെവലില്ലാത്ത കൊണ്ട് നമ്മൾ നമ്മുടെ ടെറേനെ പിടിച്ചു. പക്ഷേ ടെറേ നമുക്ക് ആവശ്യമുള്ള സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ വരും എപ്പിസോഡിനകത്ത് ഞാൻ എന്തായാലും അരാനേനെ പിടിക്കാൻ നോക്കാം. കാരണം അത് ആവശ്യമുണ്ട്. നമുക്ക് കേവ് റൺ ചെയ്യാനായിട്ട് ഈ സംഭവം ആവശ്യമുണ്ട് എനിക്കിനി. നമ്മുടെ ഐസ് കേവിൽ പോകാനുണ്ട്, പിന്നെ കുറച്ച് കേവുകളൊക്കെ കയറാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അരാനേനെ ആവശ്യമുണ്ട് എന്തായാലും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്തായാലും ഞാൻ ഇവിടെ നിർത്തണേണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.